Hi guys, Assalamualaikum, welcome back to my channel. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ? അപ്പോൾ ദാ ഇന്ന് നമുക്ക് ലഞ്ചിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും നോക്കാം ട്ടോ. ഇന്ന് നമുക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ട്, കുറച്ചല്ല രണ്ട് പേരാണ് ട്ടോ. എൻ്റെ ഇത്തത്തായും വന്നുണ്ട്, അതുപോലെ ഇത്തത്താടെ ഇളയ കൊച്ചും വന്നുണ്ട് കേട്ടോ. മൂത്തയാൾക്ക് സ്കൂളുണ്ടാകാറ് സ്കൂളിൽ പോയി. അപ്പോൾ ജസ്റ്റ് ചുമന്നു തന്നെയാണ് കേട്ടോ അവർ. അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ അവരുണ്ട്. പിന്നെ ഇക്ക ഇന്ന് വീട്ടിലുള്ള ദിവസമാണ്, ശനിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നിക്കാക്ക് വണ്ടി പോകണ്ടായിരുന്നു. നിച്ചുകുട്ടനും വീട്ടിലുണ്ട്. നിച്ചുകുട്ടന് വൈകുന്നേരമാണ് കേട്ടോ ഓത്ത്. കാരണം 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പിള്ളേർ ക്ലാസ് ഉണ്ടല്ലോ, സ്കൂളിൽ പഠിത്തം ഉണ്ടല്ലോ. അപ്പോൾ ഇവനക്കില്ല. അപ്പോൾ മദ്രസയിൽ വൈകുന്നേരം ആണെങ്കിലും പോയാൽ മതി. അപ്പോൾ നമുക്ക് ഉച്ചക്കത്തെ ലഞ്ച് കാര്യങ്ങളെല്ലാം റെഡിയാക്കണം. പ്രത്യേകിച്ച് സ്പെഷ്യലോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. മീൻകറി വയ്ക്കാം, വറക്കാൻ എന്തെങ്കിലും തോരന കാര്യങ്ങൾ അങ്ങനെയൊക്കെയും വയ്ക്കാൻ നോർത്ത് കേട്ടോ. അപ്പോൾ കുറച്ച് മുമ്പാണ് കേട്ടോ അവരെ വിളിച്ചത്. ശനിയാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ താമസിച്ചാണ്. എനിക്ക് ചിക്കായും ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 7:30 പിന്നെ എണിച്ചത്. പിന്നെ അതാ ചായയോടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ അതാ ഉച്ചക്കത്തെ പരിപാടിയിലേക്കും കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉച്ചകൊണ്ടൊന്നും പോകുന്നു വേണ്ടല്ലോ. അപ്പോൾ പയ്യെ പണികളൊക്കെ തീർത്തതിലോ എന്ന് വിചാരിച്ച് ഇരുന്നാണ്. അപ്പോൾ അവർ വിളിച്ച് വന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ നമുക്ക് അവർക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ മീൻകറിക്കുള്ള അരപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കിയുണ്ട് കേട്ടോ. തേങ്ങ, അതുപോലെ തന്നെ തേങ്ങയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഉപ്പും, പിന്നെ ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചിയിട്ട് ഇത്രയും സാധനങ്ങൾ ഇട്ട് നല്ല മഷി പോലെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അരിച്ചെടുത്തിട്ട് നമുക്കൊരു ചട്ടിയിലേക്ക് വയ്ക്കാം. ഞാൻ ഇപ്പോൾ കൂട്ടാൻ ചട്ടിയല്ല കേട്ടോ, എൻ്റെ അടുത്ത് ചെറിയ ചട്ടി ഉണ്ടായിരുന്നുള്ളൂ, വലിയ ചട്ടി എൻ്റെ അടുത്ത് പൊട്ടിപ്പോയിട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ചീഞ്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് എന്നിട്ട് നമുക്ക് ഒരു മാങ്ങയും പിന്നെ ഒരു 3-4 പച്ചമുളകും കീറിയിടാം കേട്ടോ. മാങ്ങ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടിട്ട് പച്ചമുളക് 2ആയിട്ട് ജസ്റ്റ് നടുക്കൊന്ന് കീറിയിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ചാൽ മീൻ ഇട്ട് കൊടുക്കാം. ഇത് മീനിൻ്റെ പേരെന്നാ, കണ്ണയലോ അങ്ങനെ എന്തോ ഒരു മീനാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ആ മീനും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ ഉണ്ടല്ലോ, ഇവിടെ തേങ്ങ അരച്ചിട്ട് മീൻ വയ്ക്കൽ അധികം അങ്ങനെ വയ്ക്കാറില്ല കേട്ടോ. പക്ഷെ ഇന്ന് എനിക്കൊരാഗ്രഹം, തേങ്ങയൊക്കെ അരച്ച് മാങ്ങയൊക്കെ ഇട്ട് കറി വയ്ക്കില്ല, പച്ചമുളകും കീറിയിട്ട് കറി വയ്ക്കും. പ്രത്യേക ടേസ്റ്റല്ല. നമ്മളത് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് കേട്ടോ അത് ഉണ്ടാക്കുള്ളൂ. ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അല്ലാത്തപ്പോൾ ഇവിടെ ഞങ്ങൾ മുളക് ചാറ് തന്നെയാണ് കേട്ടോ വയ്ക്കണേ. മുളക് ഇട്ട് വയ്ക്കില്ലേ, ജസ്റ്റ് തേങ്ങ ഒന്നും അരയ്ക്കാണ്ട് അങ്ങനെയാണ് കേട്ടോ വയ്ക്കണേ. അപ്പോൾ ഉപ്പ് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പായിരുന്നു കേട്ടോ അരയ്ക്കാൻ നേരത്തെ ഇട്ട് കൊടുത്താണ്. അപ്പോൾ കുറച്ച് ഉപ്പോടെ ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ചെറിയൊരു പുളിയുള്ള മാങ്ങ തന്നെയാണ് കേട്ടോ, നല്ല പുളിയുള്ള മാങ്ങയാണ്. ഇനി ആ മാങ്ങ കഷ്ണയ്ക്ക് അതിൽ നിന്ന് എടുത്ത് തരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ നമ്മൾ ഈ മീനൊക്കെ കറി വെച്ച് കഴിയുമ്പോൾ അതിലെ മാങ്ങയും കാര്യങ്ങളൊക്കെ എടുത്ത് തിന്നണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതോടെ നിച്ചുകൂട്ടനാണെങ്കിലും അത് ഇക്ക അങ്ങനെ കഴിക്കത്തൊന്നുമില്ല കേട്ടോ, മാങ്ങയൊന്നും കഴിക്കത്തില്ല, എൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് തരുള്ളൂ. അപ്പോൾ നമ്മുടെ മീൻകറി അങ്ങനെ അവിടെ സെറ്റാക്കി വെച്ചേണ്ടത്. കഴിഞ്ഞിട്ട് നമുക്ക് പയർ ഒലുത്താം കേട്ടോ. ചിലവർ അച്ചിങ്ങ പയറിനൊക്കെ പറയില്ലേ, ഞങ്ങളിവിടെ പയറിനൊക്കെയാണ് കേട്ടോ പറയണേ. അപ്പോൾ അത് ആ പയർ ഒലുത്താൻ വേണ്ടിയിട്ട് തോരൻ വയ്ക്കാം. തോരൻ വയ്ക്കാമെന്നൊക്കെ പറയില്ല, പല ആൾക്കാരും പല രീതിയാണ് കേട്ടോ പറയണേ. തോരൻ വയ്ക്കാം, പിന്നെ മെഴുക്ക് വരട്ടിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തേങ്ങയില്ലാണ്ട് ഉണ്ടാക്കല്ലേ, അതിനല്ലേ നിങ്ങൾ മെഴുക്ക് വരട്ടി എന്നൊക്കെ പറയണേ. പക്ഷെ ഞങ്ങൾ എല്ലാത്തിലും ഞാൻ ഇങ്ങനെ ഒലുത്താ തോരൻ വയ്ക്കാം അങ്ങനെയൊക്കെയാണ് ഞങ്ങളിവിടെ പറയണേ. അപ്പോൾ അതാ നമ്മളൊരു ചീഞ്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്കതിലേക്ക് സവാള ഇട്ടെടുക്കും. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടേനെയാണ് കേട്ടോ. സവാളയോ ചെറുള്ളി എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ കുത്തി കാച്ചി ഉണ്ടാക്കണില്ല, നമ്മൾ ചതച്ച മുളകൊക്കെ ഇട്ട്, നമ്മൾ ചുവന്ന മുളക് ഉണ്ടല്ലോ, വറ്റൽമുളക് ചതച്ചിട്ടുണ്ടാക്കല്ലേ, അതുപോലെയാണ് കേട്ടോ. ഞാൻ വറ്റൽമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ചെറിയ മിക്സി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം വറ്റൽമുളക് തന്നെ എടുത്ത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആദ്യമൊക്കെ ഇട്ടങ്ങോട്ട്, അപ്പോൾ അതാ സവാള അവിടെ വാടാൻ വെച്ചണ നേരം കൊണ്ട് നമുക്കിവിടെ വഴുതനങ്ങ ജസ്റ്റ് ഒന്ന് വെളുത്തില്ല, നമ്മൾ ഈ മെഴുക്കുരുട്ടി പോലെ തേങ്ങയൊന്നും ഇല്ലാണ്ട് അതുപോലെ ഉണ്ടാക്കും, ഒലത്താൻ തന്നെ പറയാം. വഴുതനങ്ങ ഒലത്താൻ വേണ്ടിയിട്ട് ഇവിടെ വഴുതനങ്ങ എടുത്ത് കഴുകി കൊണ്ടു വെച്ചിട്ടുണ്ട്. നിച്ചുകൂട്ടന് ഇന്നലെ സ്കൂളിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചായിരുന്നു കേട്ടോ വഴുതനങ്ങ. അതിൽ ബാലൻസ് വന്നതാണ്. എനിക്കിഷ്ടമുണ്ട് ഈ വഴുതനങ്ങയും ഒക്കെ ഒലത്താൻ, പക്ഷെ ഇക്ക കഴിക്കത്തില്ല കേട്ടോ. അതാണ് ഞാൻ മെയിനായിട്ട് പയർ ഒലത്താൻ കാരണം. അപ്പോൾ നമ്മുടെ സവാളയ്ക്ക് നല്ലോണം ഒന്ന് വാടി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ വറ്റൽ മുളക്, ചതച്ച മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലോണം ഒന്ന് മൂത്ത് തന്നെ കേട്ടോ. നല്ലോണം ഒന്ന് മൂത്ത് തന്നതിന് ശേഷമാണ് നമ്മൾ മഞ്ഞപ്പൊടിയോടെ ഇട്ട് കൊടുക്കണം. ചിലവർ മഞ്ഞപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കാറില്ല, ഞാൻ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് തോരൻ വെച്ചാൽ എന്തിലാണെങ്കിലും ഞാൻ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അത് അങ്ങനെ വറ്റൽമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും വറ്റൽമുളകും അത്യാവശ്യം നല്ലോണം ഒന്ന് മൂത്ത് തന്നെ കേട്ടോ, അല്ലെങ്കിൽ എരിവ് വരുമെന്ന് പറയും. ഈ മുളകൊക്കെ നല്ലോണം മൂത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് നല്ലോണം ഒന്ന് മൂപ്പായിട്ട് നമ്മൾ ഈ ഒലത്താനുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അധികം എരിവ് വരില്ല. നമ്മളിങ്ങനെ ഒരുപാട് മൂക്കണതിന് മുമ്പ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴാണ് എരിവ് ശരിക്കും പിടിക്കുകയും ചെയ്യുമെന്ന് പറയണേ. അപ്പോൾ നല്ലോണം ഒന്ന് മൂക്കാനിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം മൂത്ത് വന്നതിന് ശേഷം എന്താ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം.
അപ്പോൾ നിങ്ങളോർക്കും അയ്യോ ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാമെന്ന് വിചാരിക്കില്ലേ. പക്ഷെ ഞാൻ ജസ്റ്റ് അങ്ങനെ എല്ലാത്തിനും വീഡിയോ മൊത്തത്തിൽ എടുത്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നല്ലോണം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചാൽ പയറിട്ട് കൊടുക്കാം. പയറിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി ഞാൻ വെള്ളം ഒഴിക്കാണ്ടാണ് കേട്ടോ ഞാൻ വേവിക്കണം. ഞാൻ എന്ത് തോരൻ വെച്ചാലും എന്താണേലും ഞാൻ അധികം വെള്ള കാര്യങ്ങളൊന്നും ഞാൻ ഒഴിക്കാറില്ല കേട്ടോ. ജസ്റ്റ് അങ്ങനെ അത് മൂടിച്ച് തീ ഒന്ന് കുറച്ചിട്ട് അതിൻ്റെ അകത്ത് തന്നെ ഇട്ട് വേവിച്ചെടുക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ അതിനാണ്ട് കൂടുതൽ ടേസ്റ്റ്. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളമൊക്കെ കയറി ഭയങ്കര ഇതായിട്ടിരിക്കും. നമ്മളിങ്ങനെ വെള്ളം ഒഴിക്കാണ്ട് ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് വേവിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ അങ്ങനെ വെറും റൂന്ന് കിടക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് വഴുതനങ്ങയും കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കേണ്ട, ജസ്റ്റ് പൊളിച്ച് നോക്കണേ കേട്ടോ. ഈ ചില വഴുതനങ്ങയുടെ ഉള്ളിൽ പുഴു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ വഴുതനയും കത്രിക്ക അങ്ങനെയുള്ളതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പുഴു അങ്ങനെയൊക്കെ വരല്ലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ അങ്ങനെ ഒന്ന് കീറി നോക്കിയിട്ട് ശരിക്കും ഒന്ന് നോക്കിയതിൻ്റെ ശേഷം മാത്രമാണ് ഞാൻ അരിയുള്ളൂ. അപ്പം അങ്ങനെ വഴുതനങ്ങ നിച്ചുകൂട്ടൻ ഫ്രൈ ചെയ്യാനാണ് കേട്ടോ പറഞ്ഞപ്പം മീൻ പൊരിക്കണോണ്ട് പിന്നെ ഞാൻ വഴുതനങ്ങ ഫ്രൈ ചെയ്യാൻ നിൽക്കില്ല കേട്ടോ. അപ്പം നിച്ചുകൂട്ടൻ എനിക്ക് പാത്രമൊക്കെ എടുത്തുകൊണ്ട് തന്നിട്ട് അവൻ ഓടുന്നുണ്ട്. അപ്പോൾ ആ ടാറ്റയിൽ നിന്നിട്ട് പോകേണ്ട പുള്ളിയുടെ മുഖം കാണാനില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ വഴുതനങ്ങ നിച്ചുകൂട്ടന് അധികം ഇഷ്ടമൊന്നുമല്ല കേട്ടോ. അവനക്ക് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് കേട്ടോ അവൻ കഴിക്കത്തുള്ളൂ. പക്ഷെ കൊടുത്തു നോക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മുടെ മീൻകറി കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റായി നല്ല തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ തേങ്ങയൊക്കെ അരച്ച് വെച്ചാൽ മീൻകറി ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നല്ലൊരു മണലേക്ക് ആ ഇഞ്ചിയൊക്കെയും അരച്ചിട്ടേൻ്റെ ഒരു അടിപൊളി മണലായിരിക്കും. അപ്പോൾ നമ്മുടെ പയറ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇളക്കി കൊടുത്ത് തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട്. അത് ഞാൻ അങ്ങനെ ഇരുന്ന് വേവട്ടെ കേട്ടോ. പിന്നെ അതാ നമ്മുടെ വഴുതനങ്ങയിലേക്ക് ഞാനൊരു സവാളയും അതുപോലെ തന്നെ 2-3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവുള്ള പച്ചമുളക് കണ്ടോ, 2-3 പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വഴുതനങ്ങ ഒലത്താട്ടാം. അപ്പോൾ അത് അടുക്കള ഏകദേശം അലങ്കോലപ്പെട്ടേക്കാണ് കേട്ടോ കിടക്കണം. അപ്പോൾ അത് തലേന്നത്തെ മോരേറി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീൻകറി ഉണ്ട്, മോരേറി ഉണ്ട്, പയർ ഒലത്തിയതും അതുപോലെ തന്നെ വഴുതനങ്ങ ഒലത്തിയതും പിന്നെ മീൻ വറുത്തും, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ 2 കൂട്ടം ഒലത്തുണ്ടാക്കണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇക്ക പയർ ഒലത്തിയത് മാത്രമാണ് കേട്ടോ കഴിക്കത്തുള്ളൂ. വഴുതനങ്ങ ഇക്കൊക്കെ ഇഷ്ടമല്ല, കഴിക്കില്ല, എന്തൊക്കെ പറഞ്ഞാലും കഴിക്കില്ല കേട്ടോ. ഓരോരുത്തർക്കും ഒരേ ഇഷ്ടം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതാ മീനൊക്കെയും എടുത്തതിൻ്റെ കവറ് കാര്യങ്ങളെയും കിടക്കേണ്ട. ഇനി അത് കഴുകി അവിടെ തൂക്കിയിട്ടേണേൽ ഉണങ്ങിയതിന് ശേഷം ആ തൂക്കിയിട്ടേണ കവറിലേക്ക് എടുത്തിടണം. അപ്പോൾ അത് ആ തുണികളൊക്കെയും കിടക്കുന്നത് ഇനി അത് എടുക്കാനുള്ള അത് എടുത്തിട്ട് നമ്മുടെ കൊട്ടയിൽ അലക്കി മിഷ്യത്തിലിട്ട് ഉണക്കി വെച്ചതിനെയാണ് ഇനി അത് വിരിച്ചിടണം. അങ്ങനെ പണികളൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് അത്യാവശ്യം പണികളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പിന്നെ ഒന്ന് പയ്യെ അടുത്തുങ്ങി പയ്യൊക്കെയാണ് കേട്ടോ പണിയെടുക്കണേ. അങ്ങനെതാ പയറിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഇട്ട് കൊടുത്ത് 2 മിനിറ്റ് ഒന്ന് ഇളക്കി ശേഷം നമുക്ക് വാങ്ങാം കേട്ടോ. അത്യാവശ്യം പയറൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കില്ല. തേങ്ങയോട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് മൂടി വയ്ക്കുമ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാണ്ടാകുമ്പം പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ തീയോട് ഓഫാക്കി കൊടുത്ത് ഇനി നമുക്ക് പയർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനി വഴുതനങ്ങ തോരൻ വെക്കാം കേട്ടോ. വഴുതനങ്ങ ഞാൻ ആ മീൻകറി ഇങ്ങനെ കുഞ്ഞ് ചട്ടിയിലാണ്ട് അത് നല്ലോണം കഴുകി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ വറ്റാൻ വേണ്ടി വെച്ചെടുക്കണേണ്. അതിൻ്റെ അടുക്ക് മീൻകറിക്ക് ഉപ്പ് കാര്യങ്ങളുണ്ടോയെന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഞാനപ്പോൾ ഇച്ചിരി ഉപ്പോടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കുന്നതാണ് കേട്ടോ. ഈ മാങ്ങയൊക്കെ ഇട്ട് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയെന്ന് പറയില്ല. അപ്പോൾ നമ്മൾ എന്തോരം ഉപ്പിട്ട് കൊടുത്താലും ചിലപ്പോൾ ഉപ്പ് കുറവായിരിക്കും തോന്നും. പക്ഷെ നമ്മൾ ഓവറായിട്ട് ഇട്ട് കൊടുത്താൽ പിന്നെ എന്താണ് നമുക്ക് ഉപ്പ് കുറയ്ക്കൽ നടക്കില്ല. അതാണ് ഞാൻ കുറച്ച് ഉപ്പ് ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണേ. അപ്പോൾ നമ്മളെല്ലാം കറിയെല്ലാം സെറ്റായി കഴിയുമ്പോൾ അത്യാവശ്യം പാകത്തിനുള്ള ഉപ്പ് കാര്യങ്ങളൊക്കെ ആവും. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും അങ്ങനെ ഉപ്പിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യണം. അപ്പോൾ ആ മീൻകറി അങ്ങനെ അവിടെ മൂടി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതാ ഇനി നമ്മുടെ വഴുതനങ്ങ തോരൻ വയ്ക്കാം. തോരനല്ല ഒലുത്തുണ്ടാക്കാം, എന്തെങ്കിലും ആവട്ടെ, നമുക്ക് വഴുതനങ്ങ റെഡിയാക്കാം. അപ്പോൾ അതാ ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് ഇട്ട് കൊടുത്ത് കടുക് തീർന്നായിരുന്നു കേട്ടോ. അപ്പോൾ വേറൊരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് കൊടുക്കണേയാണ് കേട്ടോ. ഞാനിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കൂട്ടെ, കാരണം അല്ലെങ്കിൽ ആ സമയമാകുമ്പോൾ ഓടാൻ നടക്കേണ്ടി വരും. നേരത്തെ വിളിച്ച് പറഞ്ഞില്ലേ പിന്നെ ഇക്ക മേടിച്ചുകൊണ്ടില്ല കേട്ടോ. ഇക്ക വണ്ടി പോയിട്ട് ഇക്ക പണി കഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ ഇക്കാനോട് വിളിച്ച് പറയണം. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് കടയിൽ പോകുമ്പോൾ മേടിച്ചാലും മതി. പക്ഷെ ഞാൻ ഓർക്കത്തില്ലാന്ന്, അതാണ് കുഴപ്പം. ഇക്കാനോട് വിളിച്ച് പറഞ്ഞില്ല ഇക്ക ഇപ്പോൾ വീട്ടിലുണ്ട്, പക്ഷെ എന്നാലും ഇക്ക മേടിച്ചോളും തരില്ല. ഇക്ക പറയും ഇന്നലെ പറയാൻ ഞാൻ എന്നാന്ന് ചോദിക്കും. അപ്പം ഞാൻ അധികം അങ്ങനെ തീരണതിന് മുമ്പ് തന്നെ ഞാൻ ഇക്ക ഫോണിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇക്ക വരുമ്പോൾ മേടിച്ചുകൊണ്ട് വന്നുള്ളൂ. എന്നാലും ചില കാര്യങ്ങളൊക്കെ മറന്നു പോകും, വഴുക്കും കേൾക്കാറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വഴുക്ക് കേൾക്കണ്ടല്ലോ എന്നുള്ള രീതിയിൽ മറന്നങ്ങനെ പോകാൻ ഇക്കറിയാണ്ട് ഞാൻ ജസ്റ്റ് കടയിൽ പോയപ്പോൾ പോയി മേടിച്ചുകൊണ്ട് വരികയും ചെയ്യാറുണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ നമ്മൾ സവാളയും വഴുതനയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചാണ് അതിലേക്ക് ഇട്ട് കടുക് നല്ലോണം പൊട്ടി വന്നു. അപ്പോൾ എല്ലാവരുടെയും കൂടി ഒന്നിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ നമ്മുടെ മീൻകറിയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റായി. നമുക്ക് മീൻകറിയിലേക്ക് നമ്മൾക്ക് മൂപ്പിച്ച് വെറ്റണം. അതിപ്പോൾ എന്നൊക്കെ ചുവന്നുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പില, കുറച്ച് ഉലുവ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ആ വഴുതനങ്ങ ഇവിടെ നല്ലോണം വെന്ത് സെറ്റായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് വേവിച്ച് കുഴക്കണില്ല കേട്ടോ ഞാനത്. അപ്പോൾ അതാ നമ്മുടെ മീൻകറിക്കുള്ള താളിപ്പ് ഞാൻ അങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, താളിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഈ മീൻകറി മാത്രം മതിയിട്ട് നമുക്ക് ചോറിന് ഈ മീൻകറിയും കൂട്ടി നമുക്ക് ഉച്ചക്കറി പൊടി മേടിക്കണം കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ആ മീൻകറിയും കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ വഴുതനങ്ങ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ചട്ടിയൊക്കെ ആയതുകൊണ്ട് കണ്ടോ ആവി വറക്കണുണ്ടോ, നല്ല തീ കുറച്ചിട്ടാൽ ഫ്ലെയിം കുറച്ചിട്ടാലും അപ്പോൾ ഈ ചട്ടിയൊക്കെ ആകുമ്പോൾ ഒരുപാട് ചൂട് ഇങ്ങനെ നിൽക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേവിച്ച് കുഴച്ചെടുക്കുന്നത് ഇപ്പോൾ അത്യാവശ്യം വേവൊക്കെ ഓക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ അങ്ങനെ ചിലവരിങ്ങനെ കുഴച്ചെടുക്കുമല്ലോ, ഞാൻ അങ്ങനെ അധികം കുഴക്കാറില്ല. അപ്പോൾ അത്യാവശ്യം വെന്ത് സെറ്റായിട്ടുണ്ടെങ്കിൽ നമ്മളത് മൂടി വെച്ച് കൊടുക്കുമ്പോൾ അങ്ങനെ ഇരുന്ന് അങ്ങോട്ട് ആ ചൂടിലിരുന്ന് തന്നെ ആയിക്കോളൂ കേട്ടോ. പിന്നെ അതാ നമ്മളിവിടെ ചെമ്പല്ലി എന്ന് പറയും, പലവരും പല പേരാണ്ടോ. ചെമ്പല്ലി എടുത്ത് വറക്കാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മളൊരു പാനെടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ അതിൻ്റെ ഇടയ്ക്ക് ഇത്താത്തായും കൊച്ചും വന്നിട്ട് അപ്പോൾ അവൻ ഓടി വന്ന് എനിക്ക് ഉമ്മൻ തന്നെയാണ്. ഞാൻ ജസ്റ്റ് അവിടെ അവർ വന്നപ്പോൾ അങ്ങോട്ട് പോയായിരുന്നു, ഫോൺ ഓഫാക്കി വെച്ചിട്ട് ഞാൻ അവിടെ വരെ ഒന്ന് പോയായിരുന്നു കേട്ടോ. അപ്പോൾ ദൈത്തത്ത പുറയുന്ന വർത്താനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അവൾ എന്നെ എടുക്കണേന്നൊക്കെ അറിയാൻ വേണ്ടി കൂടെ വന്ന് നോക്കണുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ വീഡിയോയുടെ ഓണാന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾ ഓടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്നാലും വീഡിയോയിൽ കാണിക്കട്ടെ അവളെ. അപ്പോൾ അതാ അങ്ങനെ വാപ്പിച്ചുണ്ട് കേട്ടോ, വാപ്പിച്ചിയുടെ കൂടെയായിരുന്നു വന്നേർന്ന്. അവൾ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നേർന്നു കേട്ടോ. വാപ്പിച്ചിയും അവളോടും കൂടി അവിടെ പോയിട്ട് വന്നേക്കണെയാണ്. അപ്പോൾ അതാ വാപ്പിച്ചിയും വാപ്പിച്ചി ഇപ്പോൾ തന്നെ പോകും കേട്ടോ. വാപ്പിച്ചി ചോറിനാനൊന്നും നിൽക്കത്തൊന്നുമില്ല, വാപ്പിച്ചി ഇപ്പോൾ തന്നെ പോവും. മീൻ അങ്ങനെ ഇവിടെ വറുക്കാനിട്ട് കൊടുത്തിട്ടുണ്ട്, അത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പയ്യായിരുന്നു ഇനി അങ്ങനെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ അതാ അവളെ കണ്ട സന്തോഷത്തിൽ അങ്ങനെ കിട്ടിപ്പിടിത്തോ ഉമ്മം വെക്കലൊക്കെ ഉണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ ആണ്ട് ഇങ്ങനെ വരുള്ളൂ. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് അധികം പോക്കില്ല കേട്ടോ, പോയിട്ട് കുറേ ഇനി എടുക്കുമെന്ന് അവിടെ ഒന്ന് പോകണം. അപ്പോൾ അതാ കുറച്ച് നേരം അങ്ങനെ വാപ്പച്ചിനെ സ്നേഹിച്ചു, വാപ്പച്ചിയുടെ അടുത്ത് ചുമ്മാ ഇന്ന് പുന്നാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന്. അല്ലെങ്കിൽ നമ്മുടെ ഉമ്മച്ചിനും വാപ്പച്ചിനെയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി കൊഞ്ചലും കാര്യങ്ങളൊക്കെ കൂടുതലാണല്ലോ. അപ്പോൾ അതാ കുറച്ച് നേരം വാപ്പച്ചിനെയും കെട്ടിപ്പിടിച്ചു, വാപ്പച്ചി കുമ്മൊക്കെ കൊടുത്ത്. വാപ്പച്ചിനെ പിന്നെ സ്ഥിരം നിങ്ങൾ എൻ്റെ വീഡിയോയിലേയും കാണുകയാണല്ലോ. അപ്പോൾ ഇത്തത്തായ അങ്ങനെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ അതാ ഇനി അവർ വന്നതിൻ്റെ മുമ്പ് എനിക്ക് അത്യാവശ്യം പണികളൊക്കെ കഴിക്കണമെന്ന് വിചാരിച്ചാണ്ടായിരുന്നത്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഇനി പാത്രം കഴുകണം, ഒന്ന് ഒതുക്കി പറക്കണം, പിന്നെ തുണികൾ വിരിച്ചിടണം, എനിക്കൊന്ന് കുളിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ അത് അവർക്കുള്ള വെള്ളം കാര്യങ്ങളൊക്കെയും കലക്കുന്നതാണ് കേട്ടോ. അത് നാരങ്ങളും കലക്കുന്നതാണ്. ചായ ഒക്കെ നേരത്തെ ഓരോന്ന് ചായ വേണ്ട, അവരിപ്പോൾ ചായ കുടിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് അങ്ങനെ ചായ ഒന്നും എടുത്തില്ല. ഇത്തത്താടെ വീട് പുയ്യൻകുട്ടിയാണ് കേട്ടോ, തട്ടേക്കാട് കഴിഞ്ഞിട്ട് പുയ്യൻകുട്ടി എന്നൊക്കെ പറയില്ലേ, നമ്മുടെ പുലിമുരുകനൊക്കെ ഷൂട്ട് ചെയ്ത ഭാഗമുണ്ടല്ലോ, അവിടെയൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ നാരങ്ങളും കാര്യങ്ങളെല്ലാം എടുത്തു, അവർക്ക് വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു, പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. അങ്ങനെ ഇപ്പോഴാണ് ഒരു സമാധാനമായി. നമ്മൾ ആ പണികളെല്ലാം കഴിഞ്ഞ് പാത്രങ്ങളിവിടെ കഴുകി വെച്ചിട്ടുള്ളൂ കേട്ടോ, ഇനി എടുത്ത് വയ്ക്കണം കേട്ടോ. ഞാൻ കഴുകി നേരെ ഇങ്ങോട്ട് വയ്ക്കും, ഞാൻ വേറൊരു പാത്രത്തിലേക്ക് വെച്ച് അതിൻ്റെ വെള്ളം വഴുന്നതിന് ശേഷം മാത്രമാണ് അങ്ങോട്ട് കൊണ്ടുവന്ന് വയ്ക്കുള്ളൂ. പാത്ര സ്റ്റാൻഡിലേക്ക് എടുത്ത് കിടക്കണ്ടോ. ഇപ്പം നമ്മുടെ അടുക്കള നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ അതിൻ്റെ അടുക്കതാ അട്ടാണിയില്ല, പച്ചട്ടാണി പച്ചക്കടല എന്നൊക്കെ പറയില്ല, അത് അപ്പോൾ അവൾക്കത് വേണമെന്ന് പറഞ്ഞപ്പം എടുത്ത് കൊടുക്കണേ കേട്ടോ. ഇതൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി മേടിച്ചിട്ടുണ്ടാണ് കേട്ടോ. അപ്പോൾ ഇക്ക അവിടേക്ക് ഉണ്ട്, ടിക്ക ഷർട്ട് ഇട്ടുള്ളതാണ് ടിക്കാനെ കാണിക്കാത്ത. അപ്പോൾ സമയം ഏകദേശമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കയറി കുളിക്കണം. കുളിച്ച് കഴിഞ്ഞിട്ട് ഇനി അവർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെയും കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ കുളിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടുത്തെ പോലെ കണ്ടോ, അതിപ്പോൾ നിച്ചുകൂട്ടൻ തന്നെയുള്ളതിലും ഇതിലപ്പുറം തന്നെയാണ് കേട്ടോ എല്ലാം. ഞാൻ രാവിലെ എല്ലാം ഒതുക്കി, അകത്തെ പണികളെല്ലാം ഒതുക്കി പറക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് എനിക്ക് അടുക്കളയിലെ പണി മാത്രമേ ഒന്ന് കഴിയാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് അവർ പോയിട്ടെല്ലാം ശരിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ പൊന്നൂസ് എന്നാട്ടോ അതിൻ്റെ പേര്. ഒരാളോടെ ഉണ്ട് കേട്ടോ, അവൾ വന്നിട്ടില്ല, സ്കൂളിൽ പോയേക്കാണ്. അപ്പോൾ അവർക്ക് പിള്ളേർക്ക് ചോറ് എടുക്കണേയുണ്ട്, ചോറും മീൻ വറുത്തത്, അതുപോലെ തന്നെ തോരൻ, മോരുകറി, മീൻകറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. ഇനിയിപ്പോൾ അവർക്ക് ചോറ് എടുക്കണം, ഇത്തത്തൊക്കെ ചോറാണ്. ഇക്ക ജസ്റ്റ് പുറത്ത് പോയേക്കാണ്, അതിപ്പോൾ ഇനി ഇക്ക വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ചോറ് കഴിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ രണ്ടുപേർക്കും ചോറ് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചോറാണ് കേട്ടോ ഉള്ളൂ, ഒരുപാട് ചോറിൻ്റെ അകത്ത് കണ്ടിട്ട് ഒത്തിരി ചോറ് പോലെ തോന്നുന്നുണ്ട്, കുറച്ച് ചോറാണ് കേട്ടോ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇത്താത്താക്കും ചോറ് എടുത്തിട്ടുണ്ട്, അവൾക്കറികളെല്ലാം സെറ്റാക്കി അവളെല്ലാവരുടെയും കൂടി ഒരു പാത്രത്തിലേക്ക് എടുത്തോളൂ കേട്ടോ. വേറെ പാത്രത്തിലേക്ക് ആക്കണ്ടെന്ന് പറഞ്ഞു. കറി മാത്രമാണ് കേട്ടോ ജസ്റ്റ് ഞാൻ വേറൊരു പാത്രത്തിലാക്കിയോളൂ. പിള്ളേർക്ക് ഞാൻ കറി വെച്ച് കൊടുത്തിട്ടില്ല, അവർക്ക് മീൻ്റെ കഷ്ണം മാത്രമാണ്, മീൻ കറിയുടെ കഷ്ണം മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ചാറ് പോയിക്കണ്ടെന്ന് പറഞ്ഞു. അവർക്ക് അങ്ങനെയാണ്. നിച്ചുകൂട്ടം പിന്നെയും ചാറ് ചോദിച്ചു കേട്ടോ, പൊന്നൂസിന് അങ്ങനെ ചാറൊന്നും ഇഷ്ടമല്ല. അത് കഴിഞ്ഞിട്ട് ഇക്കായൊക്കെ വന്നു, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇക്ക ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇക്കാനെ കണ്ടിട്ടില്ല അല്ലേ, കാരണം ഇക്ക ഷർട്ട് ഇട്ടുള്ളതാണ്, ഇക്കാനെ കാണിക്കാത്ത ഷർട്ടില്ലാണ്ട് കാണിച്ച് ഇക്കാനെ വഴുക്കുറയും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഇത്താത്തായൊക്കെ പോയിട്ട് അവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരിക്കണം. അപ്പോൾ അവരൊക്കെ പോയി, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ
ഫുഡ് കഴിക്കാതിരിക്കണേ. അപ്പം ഞാൻ ഇക്കാനോട് പറയാം, ഇന്നത്തെ വീഡിയോയിൽ ഇക്കാനെ കണ്ടില്ലല്ലോ, ജസ്റ്റ് മുഖം ഒന്ന് കാണിക്കാൻ. അപ്പോൾ അതായിക്കൊന്ന് വന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ, കമൻറ്റ് ഇടാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.